ജീവിത വിജയത്തിന് ചില സമയങ്ങളിൽ നാം മൗനം പാലിക്കണം എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം സംസാരിച്ചത്. എന്നാൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ചില ആളുകൾ ചോദിക്കുന്നു, എങ്ങനെയാണ് ഈ മൗനം പാലിക്കുക, അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന്. മറ്റു ചിലരുടെ സംശയം, നമ്മളിങ്ങനെ മൗനം പാലിച്ചാൽ ഒരു ഇൻട്രോവർട്ടായി നാം ഉള്ളൊതുങ്ങി പോകില്ലേ എന്നാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് മൗനം പാലിക്കുക എന്നത് നമ്മൾ എവിടെയും പോകാതെ ഒരു മുറിയിൽ അടച്ചിരിക്കുക എന്നൊന്നുമല്ല. നാം ചില സമയങ്ങളിൽ നാം മൗനം പാലിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇന്നലെ അതിൽ കുറച്ചു ഏതൊക്കെ സമയങ്ങളിൽ നാം മൗനം പാലിക്കണം എന്നതിനെ കുറിച്ച് നാം സംസാരിച്ചിരുന്നു. അത് കൃത്യമായി വീക്ഷിച്ചാൽ മനസ്സിലാക്കുന്നതാണ്. നമ്മൾ ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യുമ്പോൾ, ഒരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒക്കെ നാം സാധ്യമായ രീതിയിൽ മൗനം പാലിക്കുകയും അതിനെ വീക്ഷിക്കുകയും, ദേഷ്യപ്പെട്ട സമയത്താണെങ്കിൽ നമ്മുടെ ഇമോഷനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നാം മൗനം പാലിക്കുകയും, അത്രയും സമയം നാം മൗനം പാലിക്കുകയും, നമ്മളുടെ ഇമോഷൻ ദേഷ്യവുമൊക്കെ നമ്മളുടെ അണ്ടർ കൺട്രോൾ ആയതിന് ശേഷം നമ്മൾ അതുമായി ബന്ധപ്പെട്ടത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. അതോടൊപ്പം നമ്മളെ കൃത്യമായി വിമർശിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നാം അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊന്നും പ്രൂവ് ചെയ്യാൻ പോകരുത് എന്ന അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ മൗനത്തെ പ്രൊമോട്ട് ചെയ്തത്. ഈ മൗനം പാലിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. മൗനം വിദ്വാനുഭൂഷണം എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. എന്തു പറയണം എന്നറിയാത്ത ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ നിൽക്കരുത് എന്നാണ് നമ്മൾ അതിൽ പറഞ്ഞ മറ്റൊരു കാര്യം. അതായത് ഒരു മണ്ടനെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും ഒരു ബുദ്ധിമാനെ അദ്ദേഹത്തിന്റെ മൗനത്തിൽ നിന്നും നമുക്ക് വിലയിരുത്താൻ കഴിയും എന്നതാണ്. ഉദാഹരണത്തിന്, നമ്മളൊരു മീറ്റിങ്ങിലാണ് എങ്കിൽ നമ്മൾ എന്തെങ്കിലും അനാവശ്യമായ രീതിയിൽ നമ്മുടെ മനസ്സിൽ നാം പാതി കേട്ട് നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കാൻ നിന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെടാത്ത മറ്റു പലതും പറയുകയോ അല്ലെങ്കിൽ ആ വിഷയത്തെ തന്നെ നാം മനസ്സിലാക്കിയ രീതിയിൽ ഒറ്റയടിക്ക് നമ്മൾ സംസാരിക്കുകയോ ചെയ്താൽ ഒരു പക്ഷേ അത് വിഡിത്തമായി മാറും. അതുകൊണ്ട് നാം പരമാവധി അത്തരം മീറ്റിങ്ങുകളിലൊക്കെ ബന്ധപ്പെടുമ്പോൾ, പങ്കെടുക്കുമ്പോൾ ആളുകൾ എന്താണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടായതിന് ശേഷം മാത്രം നാം സംസാരിക്കുക എന്നതാണ്. അത് നമ്മുടെ എഫിഷ്യൻസിയെയും നമ്മുടെ പൊട്ടൻഷ്യലിനെയും നമ്മുടെ ബുദ്ധിയെയും അതിലുള്ള ആ വിവരത്തെയും ഒക്കെ സൂചിപ്പിക്കും. പ്രത്യേകിച്ച് ഒരു മീറ്റിങ്ങിലാണ് എങ്കിൽ, എല്ലായെങ്കിലും ഒരു പരസ്പരം തർക്കത്തിൽ ഏർപ്പെട്ട സമയത്താണ് എങ്കിൽ നമ്മൾ നമ്മുടെ കൊളീഗിന്റെ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലായാലും മറ്റു യോഗങ്ങളിലായാലും പബ്ലിക്കിലായാലും സോഷ്യൽ ഗ്യാതറിങ്ങിലായാലും ഒക്കെ അവിടെ വലിയ തർക്കങ്ങൾ നടക്കുമ്പോൾ നമ്മൾ മൗനമായിരിക്കുന്ന സമയത്ത് ആളുകൾ ശ്രദ്ധിക്കും, അവർ കൺഫ്യൂസ് ആവും, എന്തുകൊണ്ടാണ് ഇവനൊന്നും മിണ്ടാത്തത് എന്ന്. ആ സമയത്ത് നമ്മളിൽ നിന്ന് വല്ലതും കേൾക്കാൻ വേണ്ടി അവരുടെ മൈൻഡ് കൊതിക്കും, അവരാഗ്രഹിക്കും. നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൃത്യമായ ഐഡിയ അവരുടെ മേൽ സ്വാധീനം ചെലുത്താൻ നമുക്ക് കഴിയും. അല്ലാതെ നാം തുടക്കത്തിൽ തന്നെ ഒരു കാര്യം അവതരിപ്പിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുകയാണ് എങ്കിൽ നമ്മൾ അവതരിപ്പിച്ച അഭിപ്രായത്തെക്കുറിച്ച് ബെറ്ററായിട്ട് കുറേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഓരോന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും മറ്റു അവരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടും നമ്മുടെ ആ വാല്യൂ അവിടെ അവർക്ക് അറിയാതെ തന്നെ കുറയ്ക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ നമ്മൾ സൈലന്റ് ആയിരിക്കുകയാണ് എങ്കിൽ നമ്മുടെ വാല്യൂ വർദ്ധിക്കും. മീറ്റിംഗിൽ അതിൽ സംസാരിക്കുന്ന മുഴുവൻ ആളുകളെയും നാം കേൾക്കുകയും എന്തെങ്കിലും ചെറിയ സംശയങ്ങൾ ഉണ്ട് എങ്കിൽ അത് ചോദിക്കുകയും അവർ പറയുന്നത് ശരിയാണ് എന്നോ തെറ്റാണ് എന്നോ ആ സമയത്ത് നമ്മൾ ഒരിക്കലും പ്രതികരിക്കാതെ, ശരിയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറയാതെ, തെറ്റു പറഞ്ഞാൽ അത് ശരിയല്ല നോ എന്നൊന്നും ഒരിക്കലും പറയാതെ നമ്മൾ എല്ലാവരും സംസാരിച്ച് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുകയും എന്നിട്ട് അവർ സംസാരിച്ചതിൻ്റെ എല്ലാറ്റിൻ്റെയും ബേസിൽ നാം സംസാരിച്ച് തുടങ്ങുകയും നമ്മുടെ ഒരു അഭിപ്രായം അവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവസാനം സംസാരിക്കുന്ന ആളുടെ അഭിപ്രായത്തോട് കൂടുതൽ ആളുകൾക്ക് ഒരു പ്രാമുഖ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു മീറ്റിങ്ങിനോ മറ്റോ സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ തുടങ്ങാൻ നിൽക്കരുത്. ആദ്യം തന്നെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി ഞാൻ വലിയ അറിവുള്ള ആളാണ് എന്ന ധാരണയിലൊന്നും നാം കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാതെ അത് അവസാനം പറയുകയും എല്ലാവരുടേതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ സംസാരിച്ചു തുടങ്ങിയാൽ നമ്മുടെ സംസാരത്തിന് വലിയ വാല്യൂ ലഭിക്കാൻ സാധ്യതയുണ്ട്. വലിയ വലിയ മനഃശാസ്ത്രജ്ഞന്മാരും ട്രെയിനർമാരും ഒക്കെ പറയുന്നത് ബി ദ ലാസ്റ്റ് പേഴ്സൺ ടു സ്പീക്ക് എന്നതാണ്. അതായത് നമ്മൾ അവസാനം സംസാരിക്കുന്ന ആളാകുക. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക്
ആ ജനക്കൂട്ടത്തെ കൊണ്ടുപോകാൻ കഴിയുമെന്നും ഒരു നല്ല ലീഡർ ആവാനുള്ള ക്വാളിറ്റിയായി സാഹചര്യമായി അത് മാറുമെന്നുമൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു മീറ്റിങ്ങിലോ അതുപോലെയുള്ള സദസ്സിലോ സോഷ്യൽ ഗാദറിങ്ങിലോ ഒന്നും നമ്മൾ ആദ്യം തന്നെ ചെന്നുകൊണ്ട് സംസാരിച്ച്, അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കുന്ന സമയത്തു തന്നെ അതിൽ ഇടപെട്ടുകൊണ്ട് അത് ശരിയല്ല ഇത് ശരിയാണ് എന്നൊന്നും പറയാതെ ആ സൈലന്റായി നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് എന്ന ഒരു തരത്തിലുള്ള ചിന്ത ആ ഓഡിയൻസിൻ്റെയോ അല്ലെങ്കിൽ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന മറ്റു ആളുകളുടെയും ഒക്കെ പങ്കാളികളുടെയും ഒക്കെ മനസ്സിലുദിക്കും. പിന്നെ ഏറ്റവും വലിയ ഒരു കാര്യം, ഒരാളോട് സംസാരിക്കുകയാണ് എങ്കിലും ഒരു കൂട്ടത്തോട് സംസാരിക്കുകയാണ് എങ്കിലും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമുക്ക് സംസാരിച്ചു കൊണ്ട് ചിന്തിക്കാൻ കഴിയില്ല. ചിന്തിക്കുകയും ചിന്തയും സംസാരവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത് വ്യക്തമായും അത് സത്യമായും അല്ല എങ്കിൽ അതൊരു വീഴ്ചയില്ലാത്ത വാക്കുകളാക്കി മാറ്റാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ സസൂക്ഷ്മം അത് വീക്ഷിച്ചുകൊണ്ട് ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നമ്മുടേതായ രൂപത്തിൽ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി സംസാരിക്കുകയാണ് എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ വിഷയത്തെ അവതരിപ്പിക്കാനും നമ്മുടെ ധാരണയെയും നമ്മുടെ കാഴ്ചപ്പാടിനെയും ഒക്കെ മറ്റുള്ളവർക്ക് കൃത്യമായ രീതിയിൽ പകർന്നു നൽകാനും അതിനൊരു പ്രാമുഖ്യം ലഭിക്കാനും ഒക്കെ സാഹചര്യമുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുക എന്ന്, അതിന് ഏറ്റവും കഴിയുന്ന ഒന്ന് നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകൾ നടത്തുക എന്നാണ്. മെഡിറ്റേഷൻ പോലെ, യോഗ പോലെ കുറച്ചു നേരം നമ്മൾ ഒരു വിഷയത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരക്ഷരവും സംസാരിക്കാതെ ചിന്തകൾ അങ്ങനെ വന്നു പോവുക അല്ലാതെ ഒരു ചിന്തയുടെയും പിറകെ പോകാതെ നമ്മൾ സൈലന്റ് ആയിട്ട് നിൽക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാക്ടീസ്. അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഒന്ന് മെഡിറ്റേഷനാണ്. എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണമെന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ നമുക്ക് ധാരാളം ലഭ്യമാണ്. അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുകയും അതിലൂടെ നമുക്ക് ഫോക്കസ് വർദ്ധിക്കുന്നു, മൈൻഡ്ഫുൾനെസ് വർദ്ധിക്കുന്നു, നമ്മുടെ സ്ട്രെസ് കുറയുന്നു. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ സ്ട്രെസ്സും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ കുറയുന്നതോടുകൂടി നമുക്ക് ഈ സൈലൻസ് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. അതുപോലെ നമ്മുടെ ഡേ സമയങ്ങളിൽ, ദിവസങ്ങളിൽ, പകലുകളിൽ നിശ്ചിതമായിട്ടുള്ള ഒരു ബ്രേക്ക് എടുക്കുക. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മളൊരു ബ്രേക്ക് എടുത്തുകൊണ്ട് ആ സമയത്ത് കൃത്യമായിട്ടുള്ള മൈൻഡ്ഫുൾനെസ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ വെറുതെ മിണ്ടാണ്ടിരിക്കുക. നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് മുഴുവൻ ഒഴിവാക്കി ടെലിഫോണും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് കുറച്ചു സമയം നമ്മൾ സൈലന്റായി കണ്ണടച്ചിരിക്കൽ അതൊരു പ്രാക്ടീസാക്കി മാറ്റുക. ഒരു നിശ്ചിത ഇടവേളകൾക്കിടയിൽ നാം ബ്രേക്ക് എടുത്തുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈ സൈലന്റ് ആയിരിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് നേടാൻ കഴിയും. മറ്റൊരു കാര്യം, ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ എന്നൊന്നും നമുക്ക് ഇത് ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു വെച്ച് ചെറിയ ചെറിയ പ്രാക്ടീസുകൾ നടത്തി ഒരിക്കലും നിരാശപ്പെടാതെ ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് എൻ്റെ മൈൻഡിനെ കാമാക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നൊന്നും നിരാശപ്പെടാതെ കൃത്യമായി ഇത് അങ്ങനെ തുടരുകയാണ് എങ്കിൽ സ്വാഭാവികമായും ഒരു 21 ദിവസം കൊണ്ട് ഇതിൻ്റെ ഒരു ഫലം നമുക്ക് കണ്ടു തുടങ്ങുമെന്നതും നമുക്ക് ആവശ്യമായ ഘട്ടത്തിൽ സൈലന്റ് ആയിരിക്കാനും ആവശ്യമായ ഘട്ടങ്ങളിൽ മൗനം പാലിക്കാനും ഒക്കെ നമുക്ക് കഴിയുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടുകൂടി ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ മൗനം പാലിക്കാനും ഒരു വിഷയത്തിലേക്ക് മാത്രം ഫോക്കസിനെ കൊണ്ടുവരാനും ആളുകൾ പറയുന്നതിനെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് അതിൽ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ അഭിപ്രായങ്ങളെ പറയാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരാൾ സംസാരിക്കുമ്പോഴും നാം ഒന്നും സംസാരിക്കാതെ അവരുടെ സംസാരത്തിലേക്കും അവരുടെ ഐഡിയയിലേക്കും അവരുടെ വാക്കുകളിലേക്കും മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മറ്റൊന്നും നാം ശ്രദ്ധിക്കാതെ അതിലേക്ക് മാത്രം ശ്രദ്ധിച്ച് നാം മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്കൊരു ആധികാരികത ലഭിക്കും. നമ്മുടെ നല്ല ഒരു ബുദ്ധിയുള്ള വ്യക്തിയാണ്, തൻ്റെ ഇടമുള്ള വ്യക്തിയാണ് എന്നൊക്കെ രീതിയിലുള്ള ഒരു ഖ്യാതി നേടാനും കഴിയും.
അതിനൊക്കെ അപ്പുറത്ത് കൃത്യമായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. ഈ ക്വാളിറ്റികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു നല്ല വ്യക്തിത്വമായി മാറാനും ആളുകളെ ഇംപ്രസ് ചെയ്യാനും നമ്മൾ ഇതിനൊക്കെ നല്ല അറിവും ഗ്രാഹ്യവും ഉള്ള വ്യക്തിയാണ് എന്ന് മറ്റുള്ളവരുടെ മനസ്സിൽ ബോധ്യമുണ്ടാക്കാനും നമുക്ക് കഴിയും. അതിനൊക്കെ കഴിയട്ടെ. അതുകൊണ്ട് മൗനത്തെ നാം പ്രാക്ടീസ് ചെയ്യുകയും മൗനത്തെ നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി എടുക്കുകയും ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം സംസാരിക്കുകയും അനാവശ്യമായിട്ടുള്ള സമയങ്ങളിൽ ഒരിക്കലും ഇടപെട്ടുകൊണ്ട് സംസാരിച്ച് നമ്മൾ ഒരു വിഡ്ഢിയാകാതെ മൗനം പാലിച്ചുകൊണ്ട് വിദ്വാനായി മാറാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇതുപോലെയുള്ള പോസിറ്റീവായിട്ടുള്ള ജീവിത വിജയത്തിന് സഹായിക്കുന്ന മറ്റൊരു പോസിറ്റീവായിട്ടുള്ള വിഷയവുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.